അവർ റഷ്യൻ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നു, ഞാൻ എൻ്റെ മലയാളം ഭാഷയിൽ അറിയുന്ന ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ പറയാൻ ശ്രമിക്കുന്നു. ഒന്നും തന്നെ നടക്കുന്നില്ല. അവർ ബലം പിടിച്ച് ഞങ്ങളെ എല്ലാവരെയും കൂടെ ഈ അവിടെ നിന്നിരുന്ന ബസ്സിനകത്തേക്ക് പിടിച്ചിട്ടു. സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിനകത്ത്. ഫ്ലൈറ്റിലെങ്ങും ബിനോയ് ചേട്ടനും ഇല്ല, ആരുമില്ല, എല്ലാവരെയും അവരെ ഇറക്കി കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഫ്ലൈറ്റിൻ്റെ അടിഭാഗത്ത് കൂടി ലഗേജ് വരുന്നു. അപ്പം ഞാൻ വെച്ചു ഇനി ബിനോയ് ചേട്ടൻ അതിനകത്തെങ്ങാനും പോയി ആദ്യത്തെ വിദേശയാത്ര, ആദ്യത്തെ വിമാനയാത്ര ഏത് പ്രായത്തിലാണെങ്കിലും അതൊരു വലിയ അനുഭവമാണ്. എൻ്റെ ആദ്യത്തെ വിദേശയാത്രയും വിമാനയാത്രയും 13 വയസ്സിലാണ് സംഭവിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സോവിയറ്റ് യൂണിയനിലെ ആർത്തിക് യങ് കൈനിയർ ക്യാമ്പിലേക്ക് പോകാനായിട്ടാണ് ഞാൻ ആദ്യം വിമാനം കയറുന്നത്. ഇന്ത്യയിൽ നിന്ന് 15 സ്കൂൾ കുട്ടികൾ നമ്മുടെ ഇന്നത്തെ MP ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് ഞങ്ങൾ മോസ്കോയിലേക്ക് യാത്ര തിരിച്ചത്. അന്ന് ബിനോയ് വിശ്വം തിരുവനന്തപുരം ലോ അക്കാഡമിയിലെ സ്റ്റുഡൻ്റാണ്. മോസ്കോയിലെ ഷെറിമത്യാവോ വിമാനത്താവളത്തിലേക്ക് 16 മണിക്കൂർ കൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ വിമാനം ലാൻഡ് ചെയ്തത്. അപ്പോൾ ചെറിയ കുട്ടികളാണ് എല്ലാവരും തന്നെ. ബിനോയ് വിശ്വത്തിൻ്റെ തണലിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ ബലത്തിലുമാണ് ഞങ്ങളെല്ലാവരും ഈ യാത്ര നടത്തുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്ത് പല ഭാഷകളൊക്കെ സംസാരിക്കുന്ന കുറേ കുട്ടികളാണ്. ഞങ്ങൾ അതിരാവിലെയാണ് ഷെർമത്യാവോ വിമാനത്താവളത്തിൽ മോസ്കോയിൽ ചെന്ന് ഇറങ്ങുന്നത്. 1977 ജൂലൈയിൽ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എപ്പോഴും പറഞ്ഞു തന്നിരിക്കുന്നത് എവിടെ പോയാലും ബിനോയ് ചേട്ടൻ എന്ത് പറയുന്നു അതനുസരിക്കണം, അനുസരണയോടുകൂടിയും അച്ചടക്കത്തോടു കൂടിയും ബിനോയ് വിശ്വത്തിൻ്റെ കൂടെ നടക്കണം, യാതൊരു ബഹളം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് വീട്ടിൽ നിന്ന് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അനുസരണയോടുകൂടി തന്നെ വിമാനത്തിൽ നിന്ന് ഇറങ്ങി അവിടെ നിൽക്കുകയാണ്. അവിടെ എല്ലായിടവും നോക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ബിനോയ് ചേട്ടൻ മാത്രമില്ല. കുറേ നേരം ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഇറങ്ങി വരും, ബിനോയ് ചേട്ടൻ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ കാത്തു നിൽക്കുകയാണ്. വരുന്നതേയില്ല. അപ്പോൾ വിമാനത്താവളത്തിലെ ആളുകൾ വന്നിട്ട്, സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട്, ഞങ്ങളെ അനുനയിപ്പിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ബസ്സിൽ കയറൂ, ഈ ബസ്സിൽ കയറൂ എന്ന്. അവരുടെ ഭാഷയിലാണ് പറയുന്നത്. ഞങ്ങൾ മലയാളവും ഹിന്ദിയും തമിഴും തെലുങ്കും ഒക്കെ ഭാഷയുള്ളവരാണ്. ഞങ്ങളെല്ലാവരും തന്നെ പല പല ഭാഷകളിൽ അവരോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ലീഡറുണ്ട് ബിനോയ് വിശ്വം, അദ്ദേഹത്തെ കാണാനില്ല, അദ്ദേഹം വരാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റൂല എന്ന്. അപ്പോഴേക്കും എനിക്ക് പതുക്കെ പേടിയാകാൻ തുടങ്ങി. ഒരന്യ രാജ്യത്ത് ചെന്ന് ഇറങ്ങിയിരിക്കുകയാണ്, ബിനോയ് ചേട്ടനെ കാണാനില്ല, എന്ത് ചെയ്യും? അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ തിരിച്ച് നാട്ടിലേക്ക് പോവാം. ഒറ്റ ആവേശത്തിന് ഞാൻ തിരിച്ച് ഓടിച്ചെന്നിട്ട് പ്ലെയിനിൽ കയറി അത് മുഴുവൻ അന്വേഷിച്ചു. സീറ്റിൻ്റെ അടിയിൽ നോക്കുന്നു, പൈലറ്റ് ഇരിക്കുന്നിടത്തോട്ട് എത്തി നോക്കുന്നു, അവിടെ എങ്ങും ബിനോയ് ചേട്ടനെ കാണാനില്ല. അപ്പോഴേക്കും പിന്നെ പ്ലെയിനിൽ പൈലറ്റും ഒക്കെ കൂടെ വന്നിട്ട് എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ പറയുന്നുണ്ട്. ഞാൻ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, എന്നെ തിരിച്ചു കൊണ്ടുപോകും, എന്നെ തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിനകത്ത്. ഫ്ലൈറ്റിലെങ്ങും ബിനോയ് ചേട്ടനും ഇല്ല, ആരുമില്ല, എല്ലാവരെയും അവരെ ഇറക്കി കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഫ്ലൈറ്റിൻ്റെ അടിഭാഗത്ത് കൂടി ലഗേജ് വരുന്നു. അപ്പം ഞാൻ വെച്ചു ഇനി ബിനോയ് ചേട്ടൻ അതിനകത്തെങ്ങാനും പോയി ഞങ്ങളുടെ ലഗേജ് എടുക്കാൻ പോയി നിൽക്കുവാണോന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഓടി. അവിടെ ചെന്ന് ആ ലഗേജിനകത്തേക്ക് നോക്കിക്കൊണ്ട് ലഗേജ് വരുന്ന ഓരോടത്തും അതിനകത്ത് കയറാൻ പറ്റുമെന്നൊക്കെ നോക്കുമ്പോൾ അതിനകത്തൊന്നും കയറാനും പറ്റില്ല. എയർപോർട്ടിലെ ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് എന്തൊക്കെയോ ഭാഷകളിൽ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കൊന്നും തന്നെ ഇംഗ്ലീഷ് അറിയില്ല. അവർ റഷ്യൻ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നു, ഞാൻ എൻ്റെ മലയാളം ഭാഷയിൽ അറിയുന്ന ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ പറയാൻ ശ്രമിക്കുന്നു. ഒന്നും തന്നെ നടക്കുന്നില്ല. പൊട്ടി കരയാൻ തുടങ്ങി. കരച്ചിലിനിടയിലും ഞാൻ പറയുന്നുണ്ട് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകും, ഞങ്ങൾക്ക് ഒരു രാജ്യത്തും പോകണ്ട, ഞങ്ങൾക്ക് വീട്ടിൽ പോയാൽ മതി, അമ്മയെ കാണണം, അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുവാണ്. അപ്പോൾ അവസാനം അവർക്ക് മനസ്സിലായി എന്തോ വലിയ പ്രശ്നമാണ്, ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഇവരെ പറഞ്ഞ് നയിപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ബലം പിടിച്ച് ഞങ്ങളെ എല്ലാവരെയും കൂടെ അവിടെ നിന്നിരുന്ന ബസ്സിനകത്തേക്ക് പിടിച്ചിട്ടു. ബസ്സിനകത്ത് പിടിച്ചിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ അടഞ്ഞു. അതിനകത്ത് കിടന്ന് നിലവിളി, അതിനകത്ത് കിടന്ന് ഒച്ചത്തിൽ ബിനോയ് ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുക. എയർപോർട്ടിൽ കാണിച്ച സീനെല്ലാം ബസ്സിനകത്ത് കിടന്ന് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം ഈ ബസ് എയർപോർട്ടിലൊക്കെ ചുറ്റിക്കറങ്ങി ഒരിടത്ത് കൊണ്ട് നിർത്തി. അപ്പം ഞങ്ങൾ നോക്കുമ്പോഴുണ്ട് അവിടെ ചുവരി ചാരി ബിനോയ് ചേട്ടൻ നിൽക്കുന്നു. അപ്പോൾ പിന്നെ ബസ്സിനകത്തുനിന്ന് നിലവിളിയായി, അയ്യോ ദാ ബിനോയ് ചേട്ടൻ എന്ന് പല ഭാഷകളിൽ. ബിനോയ് ചേട്ടനെ കണ്ടതിൻ്റെ സന്തോഷവും അലർച്ചയും എല്ലാം കൂടി ഈ ബസ്സിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള പലതരം ആൾക്കാരാണുള്ളത്. അവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഈ ഇന്ത്യയിൽ നിന്ന് വന്ന കുറേ കുട്ടികൾ വന്ന് കിടന്ന് ഇതിനകത്ത് ഈ സീൻ ഉണ്ടാക്കുന്ന എന്തെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബസ്സിൻ്റെ വാതിൽ
സ്വാഭാവികമായും തുറക്കുന്ന വാതിലാണ്. അത് തുറന്നപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പാഞ്ഞ് ബിനോയ്ച്ചൻ്റെ അടുത്ത് വന്നിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ബിനോയ്ച്ചനെ നുള്ളാൻ തുടങ്ങി, പിച്ചാൻ തുടങ്ങി. എന്തിന് ഞങ്ങളെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി. അപ്പോഴാണ് ബിനോയ്ച്ചൻ പറഞ്ഞത്, നിങ്ങളെപ്പോലെ ഞാനും ആദ്യത്തെ വിദേശയാത്രയാണ്, ഞാനും ആദ്യത്തെ വിമാനയാത്രയാണ്. പ്ലെയിൻ വന്ന് ഇറങ്ങി, ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവരൊരു ബസ് കൊണ്ടുവന്നിട്ട് എന്നോട് കയറാൻ പറഞ്ഞു. ഞാൻ അതിൽ കയറി ഞാൻ ഇവിടെ വന്ന് നിന്നു. പിന്നീട് നിങ്ങളെ കാണാത്തപ്പോഴാണ് നിങ്ങൾ എന്നെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടോ, നിങ്ങളവിടെ സീൻ ഉണ്ടാക്കുന്നുണ്ടോ, ബഹളം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ഞാനും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. ഏതായാലും ആദ്യത്തെ ആ വിദേശയാത്രയിൽ ആ മോസ്കോ വിമാനത്താവളത്തിൽ ഉണ്ടാക്കിയ ഒരു ബഹളവും ബിനോയ് ചേട്ടനോടുള്ള വഴക്കും എല്ലാം ഇന്നും ഓർക്കുമ്പോൾ ശരിക്കും ഒരു എന്താണ് സന്തോഷമോ ഇപ്പോഴും ഒരു പേടിയോ അന്നത്തെ ആ ഒരു ഉൾക്കിടിലമോ ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട്. വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് എൻ്റെ വിദേശയാത്രയുടെ ബാക്കി ദിവസങ്ങൾ കടന്നുപോയത്. എങ്കിലും ആ മോസ്കോ വിമാനത്താവളത്തിൽ കാല് വെച്ച നിമിഷം എന്ന് പറയുന്നത് ഇന്നും ഒരു പേടി നിമിഷം തന്നെയാണ്.